ഉടമ്പടി പ്രകാരം LDFുമായുള്ള ബന്ധം അവസാനിച്ചെന്ന് തൃശൂർ മേയർ MK വർഗീസ്. സ്വന്തം ഡിവിഷനിൽ ആര് ജയിക്കണമെന്ന ചോദ്യത്തിന് തന്റെ കുടുംബം കോൺഗ്രസ് കുടുംബം എന്നായിരുന്നു MK വർഗീസിന്റെ മറുപടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും മേയർ സൂചന നൽകി. 24 പ്രതിനിധി ശ്രീനിത കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തൃശൂർ മേയർ MK വർഗീസേട്ടന്റെ വീട്ടിലാണ് നമ്മളുള്ളത്. അപ്പൊ വർഗീസേട്ടൻ വീടിന്റെ മുറ്റത്തുണ്ട്. പുള്ളി ചെടിക്കൊക്കെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കിലാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഹലോ വർഗീസേട്ടാ. ഹലോ, എങ്ങനെയുണ്ട്? ഇപ്പൊ ഇലക്ഷൻ ആയില്ലേ, എല്ലായിടത്തും ഒരു ട്രെൻഡ് അനുസരിച്ച് നമ്മുടെ തൃശ്ശൂരിന് ഇപ്പൊ ആര് ഭരിക്കും എന്നാണ് തോന്നുന്നത്? എൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ഈ 5 വർഷക്കാലം ഒരുമിച്ച് ആദ്യമായിട്ടാണ് ഒരു മേയർക്ക് 5 വർഷം തൃശ്ശൂരിൻ്റെ ചരിത്രത്തിൽ കിട്ടുന്നത്. ഇതിപ്പോൾ നമുക്കറിയാം, ഒരു ബ്രഹ്മിൽ വന്ന് പെട്ടതുകൊണ്ട് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ അന്ന് ചിന്തിച്ചത് ഇത്രയേ ഉള്ളൂ. ഞാനൊരു പഴയ കോൺഗ്രസ്സുകാരനാണ്. 2020 ഇതുപോലെ തന്നെ എന്നോട് തന്നെ മത്സരിക്കാൻ പറഞ്ഞ് ബോർഡൊക്കെ വെച്ചതിന് ശേഷമാണ് സുപ്രഭാതത്തിൽ കാലത്ത് പത്രത്തിൽ വേറൊരാളുടെ പേര് കണ്ടു. അങ്ങനെ എന്നെ മാറ്റി നിർത്തി. അപ്പം ഞാനിത് ഉപേക്ഷിച്ച ആളാണ്. ഈ കഴിഞ്ഞ വർഷങ്ങൾ നോക്കി കാണുമ്പോൾ LDFന്റെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്താണ് തോന്നുന്നത്? അങ്ങനെ ഒറ്റയ്ക്ക് ഒരെണ്ണം മാത്രം പറയാൻ പറ്റില്ല. നൂതന പദ്ധതികൾ ഞാൻ കുറേ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പദ്ധതികളെല്ലാം പാവപ്പെട്ടവന് ഗുണകരമായ രീതിയിൽ വരാവുന്നതുണ്ട്. ഇനിയിപ്പോൾ ഈ നിങ്ങളുടെ ഈ കാലാവധി അവസാനിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ LDFന്റെ കൂടെ ഇനിയും അങ്ങോട്ട് നടക്കാനൊരു പ്ലാൻ ഉണ്ടോ? തുടക്കത്തിൽ തന്നെ ഞാൻ പറയുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞു 2 വർഷക്കാലത്തേക്ക് തരാം. ആദ്യം അവസാനം തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് മതി, ആദ്യം തരണം. അങ്ങനെ 2 വർഷക്കാലത്ത് ഭരണം തന്നു. സമയമായപ്പോൾ എന്നോട് ചോദിച്ചു, ഇനി എന്താണ് ഉദ്ദേശം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് വാഗ്ദാനം 2 വർഷത്തേക്കുള്ളൂ. പക്ഷേ അവർ തന്നെ ഇതിൻ്റെ സെക്രട്ടേറിയറ്റിൽ തീരുമാനമെടുത്തു, ഇദ്ദേഹം കണ്ടിന്യൂ ചെയ്തോട്ടെ. ദാറ്റ് മീൻസ് ഒരിക്കലും ഞാൻ അവരെ എന്നെ ശാസിക്കാനുള്ള അവസരം ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ LDFന്റെ അല്ലെങ്കിൽ LDF ഉന്നയിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ആവശ്യം പറയാണ്, ഒരു സൗഹൃദത്തിന്റെ പുറത്തോ രാഷ്ട്രീയ സൗഹൃദത്തിന്റെ പുറത്തൊക്കെ ഒരു ആവശ്യം പറയാണ്, LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി താങ്കളൊന്ന് പ്രചാരണത്തിന് ഇറങ്ങണം എന്ന് അവർ ആവശ്യപ്പെട്ടാൽ എന്തായിരിക്കും വർഗീസേട്ടൻ്റെ മറുപടി? അവരെന്നെ ആവശ്യപ്പെട്ടിരുന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ ഒറ്റ വാക്കുള്ളൂ, നാളെ ഇതുവരെ എൻ്റെ പ്രവർത്തനം ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഒപ്പം നിന്ന്, നിങ്ങളുടെ മാനിഫെസ്റ്റോ പ്രകാരം ഒപ്പം നിന്നിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ അതൊരു ബോണ്ടാണ്, അത് ഞാൻ തെറ്റിച്ചിട്ടില്ല. ഒപ്പം തന്നെ ആ എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായി ഒരു ചരിത്രം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. 1500 കോടിയുടെ 2020-25 കാലഘട്ടത്തിൽ ജനങ്ങളിലേക്ക് എത്തിച്ചാൽ ഇടതുപക്ഷത്തിന് ജയിക്കാം. ജനങ്ങളിലേക്ക് എത്തിക്കട്ടെ, പാർട്ടി ഉത്തരവാദിത്വം, അത് പാർട്ടി ചെയ്യേണ്ട പണിയാണ്. MLA ആയിട്ട് എനിക്ക് ഇതുപോലെ വന്ന് സംസാരിക്കാൻ ഒരു സന്ദർഭം ഇവിടെ ഉണ്ടാവോ? ഇതുപോലെ സ്വതന്ത്രമായി ചിന്തിക്കാനും സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അംഗീകാരം തരുന്ന, ജയിക്കുമെന്ന് ഉറപ്പുള്ള, എനിക്ക് തോന്നുന്ന ഇതിനോട് എനിക്ക് ചേരാൻ തയ്യാറാണ്. എന്നാൽ ഞാൻ വീണ്ടും ഡയറക്റ്റ് ആയിട്ട് ഒരു കാര്യം ചോദിക്കുകയാണ്. LDF, UDF, BJP അവർ വളരെ കോൺഫിഡൻസോടെ ചോദിക്കുകയാണ്, പോരുന്നോ എൻ്റെ കൂടെ എന്ന് ചോദിച്ചാൽ ആരെ കൂടെ പോകും? അപ്പം ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. എന്നെ വീട്ടുകാരൻ എന്നോട് ചോദിക്കട്ടെ, എൻ്റെ വീട് ഏതാ? കോൺഗ്രസ്. എൻ്റെ നാട് ഏതാ? ഇടതുപക്ഷം. എൻ്റെ അയൽക്കാരനാരാ? BJP. ഇത് 3ആണല്ലോ ഏറ്റവും വലിയ പാർട്ടി. അതിനകത്ത് എന്നെ വിളിക്കുന്നവർ ആരായാലും ഞാനും കൂടി ഒന്ന് ചിന്തിക്കും. ഞാൻ എൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ, കുട്ടികളൊന്നുമില്ല. ഞങ്ങൾ 2 പേരും തീരുമാനമെടുത്തിട്ടാണ് എല്ലാ വിഷയത്തിലേക്ക് ഇറങ്ങുക. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഞാൻ ഒരു വരവും കൂടി വരും. അപ്പോൾ വർഗീസേട്ടാ, ഓൾ ദി ബെസ്റ്റ്. ഈ 3 മാസം അപ്പം നല്ലോണം റെസ്റ്റ് എടുക്കും. ഓക്കെ. അപ്പം 3 മാസം കഴിഞ്ഞിട്ട് ഒരു വരവ് കൂടി വരേണ്ടി വരുന്നതാണ് വർഗീസേട്ടൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിൽ പല കാര്യങ്ങളും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും 3 മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നുകൂടി വരും. ഓക്കെ, വരാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.